കൃഷ്ണഭക്തി ഉണ്ടാവണമെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കണമെങ്കിലും ജന്മങ്ങളുടെ സുകൃതം തന്നെ വേണം. കൃഷ്ണനെക്കുറിച്ചുള്ളതെല്ലാം അത്ഭുതങ്ങളാണ്. ഭഗവാൻ ഓരോ ലീലകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ലീലകളാടുന്ന കണ്ണനല്ലേ. ചിലപ്പോൾ നമ്മൾ എത്ര സങ്കടം പറഞ്ഞാലും കേട്ടാലും കേൾക്കാത്ത ഭാവത്തിൽ ഊറിച്ചിരിക്കും. ചില നേരങ്ങളിലോ കണ്ണുകൾ ഒരു സങ്കടപ്പുഴയായി ഒഴുകുന്ന സന്ദർഭങ്ങളിൽ ആ കുഞ്ഞിക്കൈകളാൽ തുടച്ചു മാറ്റും. സ്വർണം കുഴിച്ചെടുക്കുമ്പോൾ അത് പലവിധ മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കും. അത് അഗ്നിയിലിട്ട് സ്ഫുടം ചെയ്താലേ ശുദ്ധമായ തങ്കമാകൂ. വിഷമങ്ങളും സങ്കടങ്ങളും തരുമ്പോൾ ഭഗവാനെ മുറുകെ പിടിക്കുക. പരീക്ഷിക്കും, എന്നാലും ആ പാദങ്ങളിൽ അഭയം പ്രാപിക്കുക. കൈവിടില്ല. പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പണ മനസ്സുണ്ടാകണം. പണ്ഡിതനിലും പാമരനിലും ഒരുപോലെ പ്രേമം വളർത്തുന്നതാണ് കൃഷ്ണരൂപം. ഭക്തദാസനുമാണ് ഭഗവാൻ. ഭക്തന് വേണ്ടി തൻ്റെ പ്രതിജ്ഞ പോലും ലംഘിക്കാൻ തയ്യാറായതാണ് ഭഗവാൻ. ഭീഷ്മ അർജുന യുദ്ധം നോക്കുക. വേണുഗാനം അനങ്ങുന്നതിനെ നിശ്ചലമാക്കും, അനങ്ങാത്തതിനെ ചലിപ്പിക്കും. ഒരു ഭക്തനെ കൃഷ്ണൻ സ്നേഹിച്ചു തുടങ്ങി എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നറിയാമോ? ആ ഭക്തൻ്റെ ജീവിതം ഉലയാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കാം കൃഷ്ണൻ ആ ഭക്തനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. നമ്മൾ പറയാറില്ലേ, കൃഷ്ണഭക്തർക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒറ്റപ്പെടലുമൊക്കെയായി ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാവുമെന്ന്. അത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ഒരു വ്യക്തിയെ തൻ്റെ ഭക്തനായി തിരഞ്ഞെടുത്താൽ ആ ആളെ ഒന്ന് ഉടച്ച് വാർക്കും. ഒരു ശില്പി കല്ലിനെ ഉടച്ച് ശില്പമാക്കുന്നത് പോലെ ഭഗവാൻ ആ വ്യക്തിയുടെ ജീവിതത്തെ മനോഹരമാക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭക്തനാക്കാൻ. അതുകൊണ്ട് പ്രയാസങ്ങളിൽ തളർന്നു പോവാതെ, മനസ്സ് മടുക്കാതെ ഭഗവാനെ വിടാതെ പിടിക്കുക. ഭഗവത് നാമം ജപിച്ച് ഭക്തിയിൽ മുന്നേറുക. ഓരോ പ്രയാസങ്ങളുണ്ടാവുമ്പോഴും സമാധാനിക്കുക. ഭഗവാൻ പ്രിയപ്പെട്ട ഭക്തനെ കഷ്ടപ്പാടുകളിലൂടെ ഉടച്ചുവാർത്ത് കൂടുതൽ ശക്തനാക്കുന്നു. ഈ പരീക്ഷണങ്ങൾ ഭഗവാന്റെ അനുഗ്രഹമായാണ് കണക്കാക്കേണ്ടത്. ഹരി ഓം.